കാര്യങ്ങളായിരിക്കും ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റുകൾ ക്യാപ്ചർ ചെയ്യാൻ, രണ്ട് ഡിയോതന്റിക്കേഷൻ അറ്റാക്ക്, മൂന്ന് വൈഫൈ ക്രാക്കിങ്, പാസ്വേഡ് ക്രാക്ക് ചെയ്യൽ. ഇത് മൂന്നാണ് കാണിച്ചു തരുന്നത്. ഈ മൂന്നെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണം കാണിച്ചു തന്നിട്ട് അത് തന്നെയാണ് അത് രണ്ടും കൂടി ചേർത്താണ് മൂന്നാമത്തേതിനകത്ത് ഉപയോഗിക്കുന്നത്. പക്ഷെ മൂന്ന് സാധനങ്ങളും കൂടിയാണ്, അതും കൂടി ആലോചിക്കണം. പക്ഷെ വൈഫൈ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പാക്കറ്റും ക്യാപ്ചർ ചെയ്യണം, ഡിയോതന്റിക്കേഷനും ചെയ്യണം, എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഏത് വൈഫൈ പാസ്വേഡ് ക്രാക്ക് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ എററൊക്കെ വരുമായിരിക്കും കേട്ടോ, കാരണം ഈ അഡാപ്റ്റർ ഉടായ്പാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എററുകളുണ്ടാവും. എടാ അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് TP-Linkന്റെ ഈ ഒരു അഡാപ്റ്ററാണ്. ഇതിന് ഫ്ലിപ്കാർട്ടിൽ 600 സംതിങ് അല്ലെങ്കിൽ 502 സംതിങ് 600 ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിൻ്റെ ഒറിജിനൽ അഡാപ്റ്റർ, അതായത് ഇത് ഒറിജിനൽ അല്ല, ഇത് വെർഷൻ 2 ആണ്. ആക്ച്വലി വേണ്ടത് വെർഷൻ 1 ആണ്. വെർഷൻ 1 ആണെങ്കിലേ ഇത് നടക്കുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എൻ്റെ ഇരിക്കുന്നത് വെർഷൻ 2 ആണ്. ഞാൻ വെർഷൻ 1-നകത്ത് ചെയ്ത സെയിം മെത്തേഡുകൾ ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ ഡ്രൈവർ, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി വൈഫൈ ഹാക്കിങ്ങിനുള്ള സാധനം അല്ല, ഇതല്ല വൈഫൈ ഹാക്കിങ്ങിനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനുള്ളിലൊരു ഡ്രൈവർ ഉണ്ട്. ആ ഡ്രൈവർ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കയറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഇത് വൈഫൈ ഹാക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. എങ്കിൽ പോലും ഇതിന് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എന്താ, ഇത് ഒറിജിനൽ സാധനമല്ല, അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ചിലപ്പോൾ പാക്കറ്റുകൾ അയക്കുമ്പോൾ ചിലപ്പോൾ വർക്ക് ആവണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ എറർ അടിച്ച് വരുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വന്നിരിക്കും. ഇവിടെ DDoS അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെർവറിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റുകൾ അയച്ച് പാക്കറ്റ്സ് അയച്ച് അതിനെ സെർവർ ഡൗൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിനെ ഡൗൺ ചെയ്യുന്ന ഒരു പരിപാടിയാണ് DDoS അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം പഠിക്കാനൊക്കെ ഈ സാധനം മതി. ഓക്കെ, നമ്മൾ കുറെ കൂടി അഡ്വാൻസ് ലെവലിലോട്ടൊക്കെ പോകുമ്പോൾ നല്ല ഒറിജിനൽ അഡാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്താ ഒറിജിനൽ അഡാപ്റ്റർ ഏതാണ്. ആൽഫ എന്ന് പറഞ്ഞിട്ടൊരു അഡാപ്റ്റർ ഉണ്ട്, അതാണ് ഒറിജിനൽ സാധനം. അതൊക്കെ ഉണ്ടെങ്കിൽ കിടിലനാണ്, പക്ഷെ അതിന് ഭയങ്കര പൈസയാണ്. ഈ ആൽഫയുടെ അഡാപ്റ്ററിന് ഭയങ്കര പൈസയാണ്. കാണിച്ചു തരാം, എന്തെങ്കിലുമൊക്കെ വാങ്ങാം. എന്താ നെറ്റ് ഉണ്ടല്ലോ, പിന്നെന്താ ആമസോൺ ആരെങ്കിലും അതിൽ പറഞ്ഞായിരുന്നോ? വൈഫൈ അഡാപ്റ്ററിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ടില്ലേ? ഇതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു സാധനം. ഇതാണ് ഈ ഒരു സാധനം. പക്ഷെ അതിന്റെ പ്രൈസ് നോക്കൂ, 7000 സംതിങ് പൈസയാണ്. 7558 രൂപയാണ് അഡാപ്റ്റർ പൈസ. ഇതൊക്കെ അടിപൊളി സാധനമായിരിക്കും. ഇതിനകത്ത് തന്നെ ഇതിൻ്റെതായ കുറേ കാര്യങ്ങൾ, ഇതിന് കുറേ അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഉണ്ട്. എന്താ പറയുക, പാക്കറ്റ് സ്നിഫിങ് ആയിക്കോട്ടെ, പേലോഡ് ഇഞ്ചക്ഷൻ ആയിക്കോട്ടെ. ഈ സാധനം അയങ്കാതിലുള്ള ഇതല്ല അതിനകത്ത്, ഇതാണെന്ന് തോന്നുന്നല്ലേ അത് അയങ്കാതിനകത്തുള്ളത്. അതെടാ, ഇത് തന്നെയാണ്. ഇതാണ് മേടിക്കുന്നത്. എനിക്കിത് മേടിക്കണം എന്നുണ്ട്. കുറച്ചുകൂടി കഴിയട്ടെ, കുറച്ചുകൂടി പൈസക്ക് സെറ്റാക്കി കഴിഞ്ഞാൽ ഈ സാധനം മേടിക്കണം. അതുവരെ പഠിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സാധാരണ TP-Linkന്റെ ഈ ഒരു അഡാപ്റ്റർ ഉപയോഗിക്കുക. TP-Linkന്റെ വൈഫൈ അഡാപ്റ്റർ എവിടെ? അതെ, ഇത് 2000. എന്താ 2000 ഒക്കെ? ഞാൻ 600 രൂപയ്ക്കാണ് ഈ സാധനം മേടിച്ചേക്കുന്നത്. 150 MB/s. ഇത് വ്യത്യാസമൊന്നുമില്ലല്ലോ, ഇത് തന്നെയാണല്ലോ എൻ്റെ അടുത്തിരിക്കുന്നത്. എന്നിട്ട് 2000 രൂപ. എനിക്കറിയില്ല കേട്ടോ, ഇത് 2000 രൂപ ഒന്നും എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും, അല്ലെങ്കിൽ അഡാപ്റ്ററിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഇരിക്കുന്ന 600 രൂപയ്ക്ക് സെയിം സാധനമല്ല എൻ്റെ ഇരിക്കുന്നത്. എന്തോ അതിലാട്ടെ, നമുക്ക് സമയം കളയാതെ വൈഫൈ അറ്റാക്കിലോട്ട് പോവാം. അപ്പം ഈ ഒരു അഡാപ്റ്റർ മേടിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും ചേഞ്ച് ചെയ്യേണ്ട, ഡ്രൈവർ ഇൻസ്റ്റാളിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ സെറ്റപ്പ് ചെയ്തുകൊണ്ട് എനിക്കിനി അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ വീഡിയോയും ഞാൻ അയച്ചത്, നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ.
അല്ലെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാലും ശരിയാവണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഓരോരുത്തരുടെയും കമ്പ്യൂട്ടർ അഡാപ്റ്റർ അനുസരിച്ച് സംഭവം മാറിക്കൊണ്ടിരിക്കും. അനുഭവം കൊണ്ട് പറയുന്നത്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ആദ്യം അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടപടിയാവുന്ന പരിപാടിയല്ലെന്ന് മനസ്സിലായിട്ട് ഉച്ച വരെ ഇരുന്നിട്ടാണ് എൻ്റെ ഈ അഡാപ്റ്റർ ഞാൻ ശരിയാക്കിയത്. എന്നിട്ട് ഒരു തവണ ശരിയാക്കിയ സാധനം ഇന്നലെ മിനിങ്ങാന്ന് ഇരുന്നിട്ട് പിന്നെയും എനിക്ക് ശരിയാക്കേണ്ടി വന്നു. അറിയാലോ, ഇത് ഒറിജിനൽ അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിന് വരും. അപ്പോൾ നമ്മൾ ഒരു വൈഫൈ ഹാക്കിങ്ങിലോട്ട് ഒരു മിനിറ്റ് സിസ്റ്റം CTL restart സിസ്റ്റം CTL സ്പെല്ലിംഗ് തെറ്റാ. ഓക്കെ ഓക്കെ എടാ, അപ്പം ഞാൻ ഇതിൻ്റെ കമാൻഡുകളൊക്കെ ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കമാൻഡുകൾ. മൊത്തം വൈഫൈ ഹാക്കിങ്ങിന് നമുക്ക് ഇത്രയും കമാൻഡുകൾ മതി. ഇത്രയും കമാൻഡുകൾ നമുക്ക് മൊത്തം വൈഫൈ ഹാക്കിങ് പരിപാടിയും തീർക്കാം. ഓക്കെ, അപ്പം നമ്മൾ വൈഫൈ ഹാക്കിങ്ങിന് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അഡാപ്റ്റർ എടുത്തിട്ട് നമ്മുടെ ലാപ്പിൽ കുത്തുക. ഓക്കെ, ലാപ്പിൽ കുത്തി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഫ് കോൺഫിഗ് കമാൻഡില്ലേ, ഇഫ് കോൺഫിഗ് കമാൻഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ സാധനം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, WLAN 0 എന്ന് പറഞ്ഞിട്ട് WLAN 0. ഇതാണ് നമ്മുടെ അഡാപ്റ്റർ ആക്ച്വലി. ഓക്കെ, ഇത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ്, ഇത് എതർനെറ്റ്, ഇത് നമ്മുടെ WLAN 0. ഇതാണ് വൈഫൈയുടെ സാധനം. ഓക്കെ, ആക്ച്വലി നമുക്ക് അതല്ല വേണ്ടത്. നമ്മൾ ഇവിടെ അടിക്കാൻ പോകുന്ന കമാൻഡ് WLAN 0 ആണ്. IW കോൺഫിഗ് ആണ് നമ്മൾ അടിക്കുന്ന കമാൻഡ്. ഇഫ് കോൺഫിഗിന്റെ F മാറ്റി W ഇട്ടാൽ മതി. അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ അഡാപ്റ്ററിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. വ്യത്യാസം കാണിച്ചു തരാം. ഇഫ് കോൺഫിഗ് അടിച്ചപ്പോൾ വന്ന ഡാറ്റ, നമ്മുടെ അഡാപ്റ്ററിനെ പറ്റിയുള്ള ഡാറ്റ എന്താ അവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ അഡാപ്റ്ററിന്റെ MAC അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. കണ്ടോ, നമുക്ക് വേറെ ഉപകാരപ്പെടുന്ന ഒരു സാധനം കൊടുത്തില്ല. എന്നാൽ ഇങ്ങോട്ട് നോക്കിക്കേ, അസോസിയേറ്റഡ് നിക് നെയിം എന്താണ്? വൈഫൈ ആയിട്ട് റിയൽ ടെക്. ഇതിൻ്റെ മോഡ് ഏതാണ്? ഓട്ടോ ഫ്രീക്വൻസി, ആക്സസ് പോയിന്റ്, അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി, പിന്നെ എൻക്രിപ്ഷൻ കീ ഓഫാണ്, പവർ മാനേജ്മെൻറ്റ് ഓഫാണ്, ലിങ്ക് ക്വാളിറ്റി. പിന്നെ ഇവിടെ ഈ മോഡ് ഓട്ടോ എന്നുള്ളത് നമുക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമ്മുടെ അഡാപ്റ്ററിനെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ കമാൻഡ് എന്താണ്? IW കോൺഫിഗ് അടിക്കുക. അതായത് നമ്മുടെ അഡാപ്റ്റർ ഇവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അഡാപ്റ്റർ ഊരിയെന്ന് വിചാരിക്കും. IW കോൺഫിഗ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, എൻ്റെ അഡാപ്റ്റർ ഇവിടെ ഷോ ചെയ്യൂല. ചിലപ്പോൾ നമ്മൾ കുത്തിയാലും, നമ്മുടെ സാധനം കുത്തി വെച്ചാലും ചിലപ്പോൾ IW കോൺഫിഗ് വരില്ല. നമ്മൾ എന്തിനാ IW കോൺഫിഗ് കുത്തുന്ന വെച്ചാൽ നമ്മുടെ ഈ അഡാപ്റ്റർ നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ചില സമയത്ത് കുത്തിയാലും ഇത് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ ഒക്കെ പിന്നെയും ചെയ്യേണ്ടി വരും. ഒന്നും കൂടി IW കോൺഫിഗ് അടിക്കാം. ഞാൻ ഊരിയിട്ട് കുത്തിയുണ്ട്. ഓക്കെ, എൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ട്. IW കോൺഫിഗ് അടിച്ച ശേഷം കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ചെറിയ സ്ക്വയർ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നമ്മുടെ ഇവിടെ നെറ്റ് ഇത് തെളിഞ്ഞ് നിന്ന് അതിനകത്ത് ഇവിടെ നെറ്റ് ഉണ്ടെന്നാണ്. അത് തെളിഞ്ഞില്ലെങ്കിൽ അതിനകത്ത് നെറ്റ് ഇല്ലെന്നാണ്. ഓക്കെ, അപ്പം ഇപ്പം ഇവിടെ നമ്മുടെ ഇവിടെ നെറ്റ് പാസ് ആവുന്നുണ്ട്. കാലിലെ നെക്സ്റ്റിലൂടെ ഇന്റർനെറ്റ് പാസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ട സാധനം എന്ന് വെച്ചാൽ നെറ്റ് കണക്ഷൻ ഇല്ലാണ്ടാക്കണം. അതിനുള്ള ഒരു കമാൻഡാണ് സുഡോ എയർമോൺ NG എന്ന് പറയുന്ന ഒരു ടൂള്. എയർമോൺ NG ചെക്ക് കില്ല് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. ഓക്കെ, ഈ ഒരു എയർമോൺ NG, അതായത് എയർമോൺ NG, എയർ ക്രാക്ക് NG എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ വൈഫൈ ചെയ്യുന്നത്. എയർ ക്രാക്ക് NG അതിൻ്റെ പല പല കമാൻഡുകളാണ് ഈ എയർമോൺ NG. അതുപോലെ തന്നെ എയറോ ഡംപ് NG, എയർപ്ലേ NG, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അതൊക്കെ എയർ ക്രാക്ക് NGയുടെ പല പല കമാൻഡ്സ് ആണ് കേട്ടോ. അപ്പോൾ സുഡോ എയർമോൺ NG ചെക്ക് കില്ല്, ഇതാണ് ഫസ്റ്റ് കമാൻഡ്. ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കി നോക്കിയേ, എൻ്റെ മുകളിൽ ആ സാധനം ഉണ്ടോ? നേരത്തെ ഞാൻ കാണിച്ചൊന്നും സാധനമില്ല. എൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ പോയി. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എപ്പോഴും നോക്കാൻ ഒരു കമാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നത്? നമ്മുടെ സിസ്റ്റത്തിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ എന്നറിയാൻ ഒരു കമാൻഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്, ഞാനിവിടെ പിങ് google.com അടിച്ചു കഴിഞ്ഞാൽ പിങ് അവിടെ സംഭവിക്കൂല, പിങ് നടക്കൂല. ഓക്കെ,
കാരണം പിങ് ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെന്നാണ്. പിങ് ചെയ്ത് നോക്കി, എനിക്ക് ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല. അപ്പം എൻ്റെ ഇന്റർനെറ്റ് കണക്ഷൻ ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന അഡാപ്റ്ററിൽ മോണിറ്റർ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്, അത് നമ്മൾ ഓൺ ആക്കണം. നമ്മൾ നേരത്തെ മോഡ് നോക്കിയപ്പോൾ അത് ഓട്ടോ എന്നായിരുന്നു കിടന്നത്. ചിലപ്പോൾ അത് കിടക്കുക എങ്ങനെയായിരിക്കും, മാനേജ്ഡ് എന്നായിരിക്കും കിടക്കുക, മാനേജ്ഡ്. അപ്പോൾ ഈ മോണിറ്റർ മോഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലൂടെയുള്ള സിഗ്നൽസ് എല്ലാം കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കാണാൻ വേണ്ടിയാണ് ശരിക്കും നമുക്ക് ഈ വൈഫൈ അഡാപ്റ്ററിന്റെ ആവശ്യം. മോണിറ്റർ മോഡ് ഓൺ ആക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ വൈഫൈ അഡാപ്റ്ററിന്റെ ആവശ്യം. അപ്പോൾ നമുക്ക് നമ്മുടെ മോണിറ്റർ മോഡ് ഓൺ ആക്കാനുള്ള കമാൻഡാണ് സുഡോ എയർമോൺ ng സ്റ്റാർട്ട് WLAN 0. ആൽവിൻ ലേറ്റ് ആണല്ലോ, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. WLAN 0. ഓക്കെ, ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണിറ്റർ മോഡ് എനേബിൾഡ് എന്ന് കാണിക്കും. ആൽവിനെ, നമ്മളിപ്പോൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് വൈഫൈ ക്രാക്കിംഗ് ആണ്. വൈഫൈ ക്രാക്കിംഗ്. ആ, അത് ഇതല്ലേ വൈഫൈ അഡാപ്റ്റർ. ഏതാ ഓർഡർ ചെയ്തത്? ഞാൻ അയച്ചെന്ന സാധനം തന്നെയല്ലേ? ഓക്കെ, ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല, അതാ പറഞ്ഞ. ഓക്കെ എടാ, അപ്പം ഞാൻ ആൽവിന് ലേറ്റ് ആയതുകൊണ്ട് ആൽവിനും കൂടി ഒന്നും കൂടി പറഞ്ഞുതരാം. നേരത്തെ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ. എടാ, ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാ ഈ വൈഫൈ അഡാപ്റ്ററിന്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഇതിലൂടെയുള്ള സിഗ്നൽസും കാര്യങ്ങളും ഒക്കെ പോകുന്നത് കാണണമെങ്കിൽ മോണിറ്റർ മോഡ് പറഞ്ഞൊരു മോഡുണ്ട്, അത് എനേബിൾ ആക്കിയാൽ മാത്രമേ നമുക്ക് ഇതിലൂടെയുള്ള പോകുന്ന സിഗ്നൽസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വൈഫൈ അഡാപ്റ്റർ മേടിച്ചിരിക്കുന്നത്. ഓക്കെ, നീ ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞ് നമുക്ക് ഇപ്പം നമ്മൾ ഈ അഡാപ്റ്റർ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കമാൻഡാണ് IW കോൺഫിഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇഫ് കോൺഫിഗ് അടിക്കുകയല്ലേ, ഇഫ് കോൺഫിഗ് അടിക്കുന്ന എന്തിനാ, നമ്മുടെ IP അഡ്രസ്സും കാര്യങ്ങളും കാണാൻ വേണ്ടി. ആ ഇഫിന്റെ എഫ് മാറ്റിയിട്ട് അവിടെ W ഇട്ട് കഴിഞ്ഞാൽ IW കോൺഫിഗ് എന്നൊരു കമാൻഡ് ഉണ്ട്. എന്തോ അത് നമ്മുടെ നെറ്റ് കിട്ടാതാവുമ്പോഴോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ റീസ്റ്റാർട്ട് ചെയ്യല്ലേ, നെറ്റ്വർക്ക് റീസ്റ്റാർട്ട് ചെയ്യല്ലേ. നെറ്റ്വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡാണ് സുഡോ സിസ്റ്റം CTL റീസ്റ്റാർട്ട് നെറ്റ്വർക്ക് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ IW കോൺഫിഗ് ആണ് നമ്മൾ വൈഫൈ ക്രാക്കിങ്ങിന്റെ നമ്മുടെ ആദ്യത്തെ കമാൻഡ്. ആൽവിനെ IW കോൺഫിഗ് എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. അത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ നമ്മുടെ എൽ ഹോസ്റ്റ് എതർനെറ്റും കാണിക്കുന്നു. അതിനുശേഷം നമ്മുടെ WLAN 0 ഈ സാധനം കാണിക്കണം. ഇത് കാണിച്ചാൽ മാത്രമേ നമ്മുടെ അഡാപ്റ്റർ കമ്പ്യൂട്ടറിൽ കണക്റ്റ് ആയി നമുക്ക് കാണുള്ളൂ. ഇപ്പം ഇവിടെ മോണിറ്റർ മോഡ് എനേബിൾ ആണ്, കാരണം ഞാൻ മോണിറ്റർ മോഡ് എനേബിൾ ആക്കിയോണ്ട ഇവരെ കാണിക്കാൻ വേണ്ടി ഞാൻ മോണിറ്റർ മോഡ് എനേബിൾ ആക്കിയായിരുന്നു. ഇവിടെ ഈ മോഡ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മാനേജ്ഡ് എന്നോ അല്ലെങ്കിൽ ഓട്ടോ എന്നായിരിക്കും കിടക്കുക. ഓക്കെ, നമ്മളത് മോണിറ്റർ മോഡ് ഓൺ ആക്കിയാൽ മാത്രമേ മോണിറ്റർ മോഡ് ഓൺ ആയി കിടക്കുള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ WLAN 0 ഉണ്ട്, മോണിറ്റർ മോഡ് ഇപ്പം മാനേജിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് മോണിറ്റർ മോഡ് എനേബിൾ ആക്കണം. മോണിറ്റർ മോഡ് എനേബിൾ ആക്കാനുള്ള ഒരു കമാൻഡാണ് അതെ ഈ സുഡോ ആദ്യം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വൈഫൈ ക്രാക്കിങ്ങിന് ആദ്യം ചെയ്യേണ്ടത്, നീ ഈ മൂലയ്ക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എതർനെറ്റിന്റെ ഒരു ലോഗോ കാണുന്നുണ്ടോ? അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാ. നമുക്ക് ഈ വൈഫൈ ക്രാക്കിങ്ങിന് ചെയ്യുമ്പോൾ ആദ്യം എടാ നമ്മുടെ ഈ വെർച്വൽ മെഷീന്റെ കേസിൽ എതർനെറ്റ് ആണ് കമ്പ്യൂട്ടറിലോട്ട് നെറ്റ് പോകുന്നത്. ഈവൻ തോ നമ്മൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും വെർച്വൽ ബോക്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ കമ്പ്യൂട്ടറിലെ വയറുകളിലൂടെ അല്ലടാ നെറ്റ് പാസ്സാകുന്നത്. ആ ഒരു കൺസെപ്റ്റിലാണ് അവിടെ എതർനെറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി വൈഫൈ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് വെർച്വൽ ബോക്സിൽ വരുമ്പോൾ എതർനെറ്റിനെ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ നമ്മൾ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വൈഫൈ ക്രാക്കിംഗ് പോസിബിൾ ആവുള്ളൂ. അപ്പം നമ്മൾ വൈഫൈ കണക്ഷൻ ആദ്യം കട്ട് ചെയ്ത് കളയണം. വൈഫൈ കണക്ഷൻ കട്ട് ചെയ്ത് കളയാൻ ഒരു കമാൻഡാണ് ഈ സുഡോ എയർമോൺ ng ചെക്ക് കില്ല്. ഓക്കെ, ചെക്ക് കില്ല് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ്. നമ്മൾ ഈ വൈഫൈ ക്രാക്കിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിന്റെ പേരാണ് എയർ ക്രാക്ക് ng. എയർ ക്രാക്ക് ng എന്ന് പറഞ്ഞ ഒരു ടൂളാണ് നമ്മൾ വൈഫൈ ക്രാക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അതിന്റെ പല പല സെറ്റ് ഓഫ് ടൂൾസ് അല്ലെങ്കിൽ കമാൻഡ്സ് ആണ് ഈ എയർമോൺ ng, എയർ ക്രാക്ക് ng, എയർ പ്ലേ ng, എയറോ ഡംപ് ng, അങ്ങനെ കുറെ സാധനങ്ങൾ. അതൊക്കെ ഓരോ സെറ്റ് ഓഫ് കമാൻഡ് ആണ് ഈ എയർ ക്രാക്ക് ng യുടെ. ഓക്കെ, അപ്പൊ നമ്മൾ വൈഫൈ കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമാൻഡാണ് സുഡോ
എയർമോൺ എൻ ജി ചെക്ക് കില്ല്. ഓക്കെ, അത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നീ മോളിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ആ ചിഹ്നം ഉണ്ടാവില്ല, അത് ഡിമ്മായിരിക്കും. അത് ഉറപ്പിക്കാൻ, നെറ്റ് കണക്ഷൻ പോയെന്ന് ഉറപ്പിക്കാനുള്ള കമാൻഡ് എന്താ? നമുക്ക് നെറ്റ് ഇല്ല, അതുണ്ടോ ഇല്ല നമ്മൾ ഉറപ്പിക്കാൻ ഒരു കമാൻഡ് ഉണ്ട്. എന്താ അത്? സുഡോ അല്ല, പിങ്. പിങ് ആണ് നമുക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ആ, പിങ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ പാക്കറ്റ്സ് ഒന്നും പോകുന്നില്ല. അതിനർത്ഥം ഇവിടെ നെറ്റ് കണക്ഷൻ ക്ലോസ് ആയിട്ടുണ്ടെന്ന് കംപ്ലീറ്റ്ലി. അപ്പോൾ നെറ്റ് കണക്ഷൻ ക്ലോസ് ആയി. അപ്പോൾ ഇനി നമ്മൾ വൈഫൈ ക്രാക്കിന് അടുത്ത മെയിൻ കമാൻഡാണ്, ഇനിയാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പം മോണിറ്റർ മോഡ് ഇവിടെ ഓഫ് ആണെന്ന് വിചാരിക്കാം. ഓൾറെഡി ഓഫ് ആയിരുന്നു, അല്ല ഓൺ ആയിരുന്നു. അത് ഒരു മിനിറ്റ്, ഇവിടെ സ്റ്റോപ്പ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, IW കോൺഫിഗ് ഒന്നുകൂടി അടിക്കാം. അതെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോണിറ്റർ മോഡ് മാനേജ്ഡാണ് കിടക്കുന്നത്. കാരണം എന്താ? എൻ്റെ മോണിറ്റർ മോഡ് ഓഫ് ആണ്. അപ്പോൾ ഈ മോണിറ്റർ മോഡ് എന്ന് പറഞ്ഞ സാധനം ഓൺ ആക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇതിലൂടെ ഉള്ള ഈ സിഗ്നൽസ് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ്, അപ്പോൾ ഫസ്റ്റ് അടിക്കേണ്ട കമാൻഡ് എന്താ? ഇതാണ് നമ്മൾ മോണിറ്റർ മോഡ് ഓൺ ആക്കാൻ വേണ്ടിയുള്ള കമാൻഡ്. സുഡോ എയർമോൺ എൻ ജി സ്റ്റാർട്ട് WLAN 0. ഓക്കെ, ഇത് ഈ കമാൻഡിൽ എന്താ? സുഡോ ആക്ച്വലി ഇവിടെ സുഡോ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി റൂട്ട് യൂസർ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ആ കമാൻഡ് അങ്ങനെ ശീലിച്ചുകൊണ്ടാട്ടോ അടിച്ചു പോകുന്നത്. എയർമോൺ എൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞ ആ ടൂള് അല്ലെങ്കിൽ ആ ഒരു കമാൻഡാണത്. നമുക്കൊരു കമാൻഡ് വേണമല്ലോ എന്ത് സാധനവും നടക്കണമെങ്കിലും. ഓക്കെ, ഈ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ട് ചെയ്യുക, അതായത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് സ്റ്റാർട്ട് എന്ന്, അതത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. WLAN 0 എന്താണ്? നമ്മുടെ ഇന്റർഫേസ്. ഈ WLAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ എൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇന്റർഫേസ് ആണ്. ഈ എതർനെറ്റ് 0 എന്ന് പറയുന്നതും ഒരു ഇന്റർഫേസ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എതർനെറ്റും അല്ല ലോക്കൽ ഹോസ്റ്റും അല്ല, ഏതാണ്? നമ്മുടെ വൈഫൈ അഡാപ്റ്റർ അല്ലേ? വൈഫൈ അഡാപ്റ്ററിൽ നടക്കുന്ന പ്രോസസ് ആയതുകൊണ്ടാണ് ആ ഒരു ഇന്റർഫേസ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സംഭവമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മോണിറ്റർ മോഡ് എനേബിൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണാം? മോണിറ്റർ മോഡ് എനേബിൾഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നും കൂടി IW കോൺഫിഗ് അടിച്ച് നോക്കാം. അപ്പോൾ നേരത്തെ ഇവിടെ മോഡ് മാനേജ്ഡ് എന്നായിരുന്നു കിടന്നിരുന്നത്, ഇപ്പോൾ ഇവിടെ മോഡ് മോണിറ്റർ നടക്കുന്നുണ്ട്. അപ്പോൾ മോണിറ്റർ മോഡ് എനേബിൾ ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൊത്തത്തിൽ 3 കാര്യങ്ങളാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ഒന്നാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എത്ര റൗട്ടർ നമുക്ക് ചുറ്റും ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റൂലല്ലോ. ഇപ്പം നമുക്കറിയാവുന്ന 1-2 റൗട്ടർ ഉണ്ടാവും, പക്ഷെ ആക്ച്വലി ഇവിടെ എത്ര റൗട്ടർ റൺ ആവുന്നുണ്ടെന്ന് നമുക്കറിയത്തുണ്ടാവില്ല. അതിന് ഞാൻ ഒന്ന് എൻ്റെ ഫോണിലേക്ക് വൈഫൈ ഒന്ന് ഓണാക്കി വെക്കട്ടെ, അല്ലെങ്കിൽ ഒരു റൗട്ടറെ ലിസ്റ്റ് ചെയ്യുള്ളത്. ഓക്കെ, അപ്പോൾ ഫോണിലൊക്കെ വൈഫൈ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും എത്ര റൗട്ടർ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് ചിലപ്പോൾ ഒരു റൗട്ടർ എത്ര ശ്രമിച്ചാലും അത് കിട്ടിയെന്ന് വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ അടുത്ത റൗട്ടർ നോക്കും. അങ്ങനെ നമുക്ക് എത്ര റൗട്ടർ നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ എത്ര വൈഫൈ ഓപ്ഷൻസ് നമ്മുടെ ചുറ്റും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം നമുക്ക് എത്ര റൗട്ടർ ഉണ്ടെന്ന് അറിയണം. അപ്പോൾ നമ്മൾ റൗട്ടർ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമാൻഡാണ് സുഡോ എയറോ ഡംപ്. ഡംപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡംപ് ചെയ്യുക, നമ്മൾ പറയില്ല എവിടെ കൊണ്ടുവന്ന് ഇടുക എന്ന് പറയില്ല, അതാണ് എയറോ ഡംപ് NG എന്നടിച്ചിട്ട് എയറോ ഡംപ് NG WLAN 0. ഇത്രയുള്ളൂ കമാൻഡ്. ആ നേരത്തെ എന്തായിരുന്നു? എയർമോൺ NG ആണെങ്കിൽ ഇപ്പം എയറോ ഡംപ് NG, അത്രേ ഉള്ളൂ. എയറോ ഡംപ് NG WLAN 0 എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പം നമുക്ക് ആവശ്യത്തിന് സാധനങ്ങൾ എൻ്റെ അടുത്ത് മൊത്തം 3 എണ്ണേ ഓൺ ആയിട്ടുള്ളൂ. നമുക്കിതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം, നമുക്ക് വേണ്ടത്രയും റിസൾട്ട് കിട്ടുന്നോളം വരെ വെയിറ്റ് ചെയ്ത് വേണേൽ നിൽക്കാം. എനിക്കിവിടെ ആക്ച്വലി എനിക്കറിയാലോ 3 സാധനം ഓൺ ആക്കിയിട്ടുള്ളൂ എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് വേണ്ടത്രയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ Ctrl+C പഠിച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന റൗട്ടർ വന്നു അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ എനിക്ക് മൊത്തം 3 റൗട്ടറുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്ന് FTTH എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലെ വൈഫൈ ആണ്. റെഡ്മി ഇതെന്ന് പറയുന്നത് എൻ്റെ മൊബൈലാണ്. ഓപ്പോ A3X എന്ന് പറഞ്ഞാൽ എൻ്റെ മൊബൈലാണ്. അപ്പം 2 മൊബൈലിൽ ഹോട്ട്സ്പോട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ റൗട്ടറായിട്ട് കണക്കാക്കിയാൽ മതി. അതുപോലെ തന്നെ എന്താണ് വീട്ടിലെ വൈഫൈ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ BSSID എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന്, BSSID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാക് അഡ്രസ് ആണ്. അതായത് ഏതൊരു ഡിവൈസിനും ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ടാവും. ആ കാർഡിന്റെ ഐഡിയ ആണ് മാക് അഡ്രസ്. മാക് അഡ്രസ് നമ്മൾ കേട്ടിട്ടില്ലേ, എല്ലാ ഡിവൈസിനും ഒരു ഫിസിക്കൽ അഡ്രസ് ഉണ്ടാവും എന്ന് പറയുന്നത്. അതാണ് ഈ മാക് അഡ്രസ്. അപ്പം ഈ മാക് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നെറ്റ്വർക്ക് ഇന്റർഫേസിനും ഉണ്ടാകുന്ന കാർഡിന്റെ നമ്പറാണ് മാക് അഡ്രസ്. അപ്പോൾ ഈവൻ ദോ എൻ്റെ ഈ പറയുന്ന ചിപ്സെറ്റ്, അതായത് എൻ്റെ ഉപയോഗിക്കുന്ന ഇനി വേറെ അഡാപ്റ്ററിന്റെ മാക് അഡ്രസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ ഉണ്ടായിരുന്നല്ലോ, ഇഫ് കോൺഫിഗ് അടിച്ചാൽ കാണായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പോ 3X, അത് ആ മൊബൈലിൻ്റെ മാക് അഡ്രസ് എന്താണ്, ഇതാണ് എൻ്റെ ഒരു മൊബൈലിൻ്റെ മാക് അഡ്രസ്. ഇതാണ് എൻ്റെ വൈഫൈ റൗട്ടറിൻ്റെ മാക് അഡ്രസ്. ഇതാണ് എൻ്റെ മറ്റേ ഫോണിൻ്റെ IP അഡ്രസ്. അങ്ങനെ നമുക്ക് വേണ്ട IP അഡ്രസ്സുകളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഏത് റൗട്ടറുകളുടെ IP അഡ്രസ്. ഇനി ഇതിനകത്ത് ഒരു ടാർജറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മുടെ എൻക്രിപ്ഷൻ ഏതാന്ന് നോക്കണം. ഇവിടെ കണ്ടോ ഇവിടെ ENC എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടോ, ENC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എൻക്രിപ്ഷൻ ടൈപ്പ് ഏതാണെന്നാണ് കാണിക്കുന്നത്. ഇത് ചിലപ്പോൾ VPA3 ഉണ്ടാവും, VPA2 ഉണ്ടാവും, അതങ്ങനെ പല പല എൻക്രിപ്ഷൻ ഉണ്ടാവും. ഏറ്റവും ടോപ്പ് സാധനമാണ് VPA3. ഇത് ക്രാക്ക് ചെയ്യൽ ഭയങ്കര മെനക്കേടാണ് കേട്ടോ. VPA3 ക്രാക്ക് ചെയ്യൽ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ VPA2 നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ VP അല്ലാതെ പിന്നെ വാപ്പോ അങ്ങനെ എന്നിട്ടൊരു സാധനമാണ് വേറെ ഉള്ളത്. സോറി, WPA സോറി, ശീലിച്ചു സോറി. അപ്പോൾ WPA3 ആണ് ഭയങ്കര ടഫാണ്. ഇപ്പം ഏറ്റവും എല്ലാവരും ഉപയോഗിച്ച് വരുന്നുണ്ട് WPA3. മൊബൈലിനകത്തൊക്കെ W3 ആയിരിക്കും. ഇത് കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊബൈലിനകത്ത് WPA3 ആണ്. എൻ്റെ മൊബൈലിനകത്ത് എൻ്റെ ഈ മൊബൈലിനകത്ത് ഞാൻ മാറ്റി ഇട്ടേക്കുന്നത് അങ്ങനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ WP ഒരു എൻക്രിപ്ഷൻ ടൈപ്പ് നോക്കും. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള എൻക്രിപ്ഷനാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാനും എളുപ്പമാണ്. ഇതിന് താഴേക്കാണെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണും കൂട്ടി അറ്റാക്ക് ചെയ്തോട്ടോ, പടയെന്ന് പറഞ്ഞ് വൈഫൈ പാസ്വേഡ് കിട്ടും. ഓക്കെ, അപ്പോൾ എൻക്രിപ്ഷൻ നോക്കുക. ഇനി അടുത്തൊരു നമുക്ക് അപ്പോൾ നമ്മൾ എൻക്രിപ്ഷൻ നോക്കി, നമുക്ക് അതിൻ്റെ മാക് അഡ്രസ്സും കിട്ടി, എൻക്രിപ്ഷൻ മെത്തേഡും കിട്ടി. പിന്നെ അതിൻ്റെ ചാനലും നോക്കുക. അത് കമാൻഡ് അടിക്കുമ്പോൾ നോക്കിയാൽ മതി ചാനൽ. ഓക്കെ, ഇനി നമ്മൾ അടിക്കേണ്ട ഒരു കമാൻഡ്, അതായത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക റൗട്ടറിൽ ഓടുന്ന ഡിവൈസുകൾ ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമുക്ക് മാജിക്കലായിട്ട് അതിൻ്റെ വൈഫൈ പാസ്വേഡ് കണ്ടുപിടിക്കാൻ ഒരിക്കലും പറ്റൂല. നമ്മൾക്ക് മാജിക്കലായിട്ട് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും സോഴ്സ് വേണം ആ IP അഡ്രസ്സ് കിട്ടാൻ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു പ്രത്യേകത ഇപ്പം ഇത് 3 വൈഫൈ റൗട്ടറുകളായിട്ട് കണക്കാക്കുക. ഇതിപ്പം എൻ്റെ വീട്ടിലെ വൈഫൈ അല്ലേ, ഇത് അപ്പുറത്തെ വീട്ടിലെ വൈഫൈ ആണെന്ന് വിചാരിക്കുക. ഇത് മോളിത്തെ വീട്ടിൽ ഉള്ള ആരുടെങ്കിലും വൈഫൈ ആണെന്ന് വിചാരിക്കുക. അപ്പം 3 വൈഫൈയിൽ കുറേ ഡിവൈസുകൾ കണക്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡിവൈസ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ആരൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അതിനുള്ളൊരു കമാൻഡാണ് നേരത്തെ സുഡോ aerodump WLAN 0 ഇല്ലേ, അത് തന്നെ. അതിനകത്ത് 1-2 ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഒന്നാമത്തെ സാധനം -C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ഏതാ അത് കൊടുക്കുക. ചാനൽ ഏതാണ് ഇവിടെ, ഇതാണ് ചാനൽ. നമ്മുടെ ടാർജറ്റ് ഏതാ, ഞാനിപ്പോൾ ടാർജറ്റ് ആയിട്ട് എടുക്കുന്നത് ഇതാണ്, FTTH എൻ്റെ വീട്ടിലെ വൈഫൈ ആണ് ചാനലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ചാനൽ 5 കൊടുക്കുക. അടുത്ത സാധനമാണ് -BSSID എന്ന് പറഞ്ഞിട്ടൊരു സാധനം. BSSID ഏതാ ഇവിടെ, ഇതിൻ്റെ BSSID ഏതാ എൻ്റെ വൈഫൈയുടെ, ഏത് 6951 ഇതല്ലേ. യെസ്, അപ്പോൾ ഇതാണ് BSSID. അപ്പോൾ അതൊന്ന് കോപ്പി ചെയ്യുക, അതൊന്ന് പേസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഓക്കെ ഇപ്പം അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു സാധനം കൂടി കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ഈ സിഗ്നൽസ് കാണുന്നതിനൊപ്പം തന്നെ നമുക്കിതൊന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഡയറക്റ്റ് വൈഫൈ ക്രാക്കിംഗ് അല്ല, വൈഫൈ സിഗ്നലുകളെ വായിക്കാനാണ്, അല്ലെങ്കിൽ അതിനെ ഒന്ന് ചെക്ക് ചെയ്യാൻ. അതായത് നമ്മളറിയാതെ ആരെങ്കിലും നമ്മുടെ വൈഫൈയിൽ കണക്റ്റഡ് ആണോ എന്ന് അറിയാൻ നമ്മൾ ഇത് തന്നെ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ അറിയാതെ എന്തെങ്കിലും പാക്കറ്റുകൾ റൺ ആവുന്നുണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി വയർ ഷാർക്ക് എന്നൊരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വയർ ഷാർക്ക് വെച്ച് നമ്മൾ പാക്കറ്റ് ഒന്ന് റീഡ് ചെയ്യാനാണ് ആദ്യം കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ഈ ഇതിലൂടെ പോകുന്ന ഈ സിഗ്നൽസ് ഒരു ഫയലിലോട്ട് റൈറ്റ് ചെയ്ത് നോക്കണം. അതിന് -W = റൈറ്റ്, എന്നിട്ട് ഒരു ഫയൽ നെയിം കൊടുക്കുക. ഞാനിപ്പം അഫ്നാൻ എന്ന് കൊടുക്കാം. അഫ്നാൻ എന്ന പേരിൽ ഒരു ഫയലിലേക്ക് ഈ പറഞ്ഞ ഡാറ്റയൊക്കെ റൈറ്റ് ചെയ്ത് വെക്കാൻ ഞാൻ പറയാണ്.
എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കേട്ടോ, നേരത്തെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 3-4 ഡിവൈസുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ഇത് മാത്രമേ ലിസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് മാത്രം ലിസ്റ്റ് ചെയ്താൽ മതി എന്ന്. അതിൽ കണക്റ്റ് ആയിരിക്കുന്ന ഡിവൈസുകളായിരിക്കും ഇവിടെ കാണിക്കുക. എൻ്റെ വൈഫൈ അതാണല്ലോ കണക്റ്റ് ആയിരിക്കുന്നത്, പിന്നെ എന്താ അത് ലിസ്റ്റ് ചെയ്യാത്ത? എൻ്റെ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടല്ലേ അതിനകത്ത്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ മാക് അഡ്രസ് ആട്ടോ. ഇത്രയും നേരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് എൻ്റെ മാക് അഡ്രസ് ആണെന്ന് എനിക്ക് ഇത്ര പെട്ടെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതിലൂടെ പോകുന്ന പാക്കറ്റുകളൊക്കെ ആക്ച്വലി ഇവിടെ ഇപ്പോൾ റെക്കോർഡായി കിടപ്പുണ്ട്. ഓക്കെ, എനിക്ക് ഇത്രയും മതി. എനിക്ക് വേണ്ട സാധനങ്ങൾ കിട്ടിയെന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, Ctrl+C ഞെക്കുകയാണ്. എന്നിട്ടൊന്നല്ലേ ലിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 ടൈപ്പ് ഓഫ് ഫയലുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. 5 ടൈപ്പ്. ഒന്ന് ലോഗ്, ഒന്ന് കിസ്മറ്റ്, പിന്നെ CSV, kismet.csv, പിന്നെ അതുപോലെ തന്നെ വേറും CSV ക്യാപ്പ്. ഇതിൽ ഈ ക്യാപ്പ് ഫയൽ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു ഫയൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വയർഷാർക്ക് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് വയർഷാർക്ക് എന്ന് അടിച്ചാൽ മതി. വയർഷാർക്ക് നമ്മുടെ കാലിൽ നെക്സ്റ്റ് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. വയർഷാർക്ക് ഓപ്പൺ ചെയ്യുക. ഈ വയർഷാർക്ക് കുറേ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ നോർമൽ ടൂൾ അല്ല ഇത്. കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതെന്താ ഫയൽ, എന്നിട്ട് ഇതിനകത്ത് ഫയൽ എടുക്കുക, ഓപ്പൺ ഞെക്കുക, റൂട്ടിൽ പോയി നോക്കുക. റൂട്ടിൽ വേണ്ട, ഹോം, നമ്മൾ ആ സേവ് ചെയ്ത ഫയൽ ഒന്ന് കണ്ടുപിടിക്കാനുണ്ട്. അതിൻ്റെ ഫയൽ പാത്ത് അഫ്നാൻ അല്ലേ? അതെ, അഫ്നാൻ എന്ന് പറഞ്ഞാൽ ഈ ഫയൽ ഇവിടെ കിടപ്പുണ്ടാവും. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണും. ഇത് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട, വായിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടും, സ്വാഭാവികമാണ്. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇവിടെ ജസ്റ്റ് എന്തൊക്കെ ഡാറ്റാസ് പോകുന്നുണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതൊക്കെ മനസ്സിലാക്കി എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും പോവുക. അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് മനസ്സിലാവില്ല, ഇത് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ച് തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തരുന്നത്, അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യം ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഡാറ്റയാണ് പോകുന്നത്. എൻക്രിപ്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്കൊരു തേങ്ങ മനസ്സിലാത്ത രീതിയിൽ ഇവിടെ കിടക്കുന്നത് കേട്ടോ. നോക്കിയാൽ അതൊരു എൻക്രിപ്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്കൊന്നും മനസ്സിലാത്തത്. ഇവിടെ എന്തൊക്കെയോ ഡാറ്റ പോകുന്നുണ്ട്. അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വായിക്കാൻ പറ്റും അതിലൂടെ എന്താ പോകുന്നതെന്ന്. ഓക്കെ, ഇത് ജസ്റ്റ് ഹാക്ക് വൈഫൈ പൈനാപ്പിൾ. എന്ത് ഹാക്ക് അഡാപ്റ്റർ ആണോ നീ ഉദ്ദേശിച്ചേ? അതോ വേറെ എന്തെങ്കിലും സാധനമാണോ? നിനക്ക് എവിടെ കിട്ടിയെന്ന് പറ. അഡാപ്റ്റർ ആണെങ്കിൽ അതൊരു റബ്ബർ ഡക്കി പോലത്തെ ഒരു സംഭവമാണ് എൻ്റെ അറിവില്ല. Hackify അങ്ങനെ എന്നിട്ടൊരു അഡാപ്റ്റർ ഉണ്ട് റബ്ബർ ഡക്കിയുടെ, അതായിരിക്കും മിക്കവാറും. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു പാക്കറ്റ് ക്യാപ്ചർ ചെയ്തിട്ട് അത് വായിക്കാനുള്ളൊരു സാധനമാണ് വയർഷാർക്ക്. അതെങ്ങനെ വായിക്കാന്നാണ് കാണിച്ചു തന്നേക്കുന്നത് കേട്ടോ. അല്ലാതെ ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. വൈഫൈ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ വയർഷാർക്ക് ഓപ്പൺ ആക്കുമൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാനത് കാണിച്ച് തന്നേ ഉള്ളൂ. ഓക്കെ, സെയിം സാധനം നമുക്ക് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഓക്കെ, അടുത്ത ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു അറ്റാക്ക് ഉണ്ട്. ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ഒരുത്തിനെ ശല്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ പാസ്വേഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിൻ്റെ ഒരു ഭാഗമാണ് ഡി ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മളൊരു പ്രത്യേക യൂസറിനെ, അതായത് നമ്മളിവിടെ ഇപ്പം നമുക്ക് വേണ്ട ഡിവൈസ് സെലക്ട് ചെയ്തില്ലേ, അതായത് 3 ഡിവൈസസ് ലിസ്റ്റ് ചെയ്തതിന് ഒരു ഡിവൈസ് നമ്മൾ സെലക്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ ഒരു പ്രത്യേക റൗട്ടറിനെ കൊടുത്തു കഴിഞ്ഞപ്പം അവിടെ ആ റൗട്ടറിൽ കണക്റ്റഡ് ആയി കിടക്കുന്ന ഡിവൈസുകൾ ലിസ്റ്റ് ചെയ്തില്ലേ, ഇത് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അയാളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതായത് അയാൾക്ക് ആ വൈഫൈയിൽ കണക്ട് ചെയ്യാനേ പറ്റൂല, അയാൾ എത്ര നോക്കിയാലും കണക്ട് ചെയ്യാൻ പറ്റൂല. അത് ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് നടത്തുമ്പം അയാൾക്ക് വൈഫൈ കട്ടായി പോകും. അയാൾക്ക് അവിടെ വൈഫൈ കാണിക്കും, അതായത് അയാൾ വൈഫൈയിൽ ഞെക്കിയാലും അയാൾക്ക് വൈഫൈ വരില്ല, അത് കട്ടായി, അയാൾക്ക് കണക്ഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അയാൾ അത് ഞെക്കുമ്പോഴേക്കും അയാളുടെ വൈഫൈ അയാൾ ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കുമല്ലോ, ആ ഒരു പാസ്വേഡ് നമുക്കിവിടെ കിട്ടും ഓട്ടോമാറ്റിക്കലി. അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതിന് നമ്മൾ ഹാൻഡ് ഷേക്ക് എന്ന് പറയും. ആ ഒരു ഹാൻഡ് ഷേക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആ ഹാൻഡ് ഷേക്ക് ഫയലിനെ ക്രാക്ക് ചെയ്തെടുക്കലാണ് വൈഫൈ ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഡി ഓതന്റിക്കേഷൻ ചെയ്യുന്നത് ശരിക്കും ആ ഹാൻഡ് ഷേക്ക് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഒരാളെ ഡി ഓതന്റിക്കേഷൻ ചെയ്യുന്നു,
അപ്പോൾ അയാൾ പെട്ടെന്ന് എന്താ വൈഫൈ പോയെന്ന് വിചാരിച്ചിട്ട് അയാൾ നോക്കുമ്പോഴത്തേക്കും അയാൾ വൈഫൈ ഒന്ന് ഞെക്കും. ഒറ്റ ഞെക്കി തന്നെ നമുക്കിവിടെ ഹാൻഡ് ഷേക്ക് കിട്ടിക്കോളും. പിന്നെ നമ്മൾ ആ ഡിയോതന്റിക്കേഷൻ നിർത്തിക്കോളുക. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അയാൾ ഒന്നും അറിയാല, അയാൾ ജസ്റ്റ് ഒന്ന് പ്രത്യേക ആ ടൈമിൽ എന്തെങ്കിലും എററാന്ന് വിചാരിച്ച് പൊക്കോളും. അപ്പോൾ നമുക്ക് ആ ഹാൻഡ് ഷേക്ക് കിട്ടിയാൽ മാത്രം മതി. ഹാൻഡ് ഷേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈയുടെ പാസ്വേഡ് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഒരു ഡിയോതന്റിക്കേഷൻ കാണിച്ചു തരാം. ഓക്കെ, ഡിയോതന്റിക്കേഷൻ്റെ കമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ സുഡോ എയർപ്ലേ ng എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡാണ്. എയർപ്ലേ ng --- എന്നിട്ട് നമുക്ക് എത്ര പാക്കറ്റ് വേണമെന്ന് കൊടുക്കുക. ഓക്കെ, അതായത് എത്ര പാക്കറ്റാണ് അയക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു ഹാൻഡ് ഷേക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ പാക്കറ്റ്, ഈ പറയുന്ന പോലെ 1000 പാക്കറ്റ് ഒക്കെ കൊടുത്താൽ മതി. അല്ലാതെ അയാളെ ശല്യപ്പെടുത്താൻ വേണ്ടിയാണ് 1,00,000 എത്ര വേണേലും കൊടുത്തോ, അത് തീരുന്നോടം വരെ അയാൾക്ക് അതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിത് ഇവിടെ ഒരു 1000 പാക്കറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് -a എന്ന് വെച്ചാൽ ആക്സസ് പോയിന്റ് ഏതാണ്, ഇവിടെ ആക്സസ് പോയിന്റ് ഏതാ, അതായത് ഏത് ആണ് നമ്മുടെ വൈഫൈ റൗട്ടർ, അതിൻ്റെ BSSID ആണ് ആക്സസ് പോയിന്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ BSSIDൻ്റെ കമാൻഡ് കൊടുക്കുക, ആ ഒരു MAC അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ഇവിടെ -c, നേരത്തെ -c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ നമ്പർ ആയിരുന്നെങ്കിൽ ഇവിടെ -c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആരാണ് നമ്മുടെ ടാർഗറ്റ്, അയാളെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. -c ക്ലൈന്റ്. -c ആയിട്ട് ഞാൻ ഇതാരുടെ ഫോണ്, ഇതാരുടെ ഡിവൈസ് എന്ന് എനിക്കൊരു പിടുത്തമില്ല. A3 TV അല്ല, എൻ്റെ മൊബൈലാണോ അതോ അനീറ്റയുടെ മൊബൈലാണോ എന്നൊരു സംശയം. ഞാൻ ജസ്റ്റ് അതിനൊന്ന് ഡിയോതന്റിക്കേഷൻ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എൻ്റെ അനീറ്റയുടെ ഫോണിലേക്ക് വൈഫൈ കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് എൻ്റെ അനീറ്റയുടെ മൊബൈലായിരിക്കും എന്നാണ്. നിലവിൽ എൻ്റെ അനീറ്റയുടെ ഫോണിൽ വൈഫൈ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ID കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പം എന്നിട്ട് നമ്മുടെ ID കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എയർപ്ലെയിൻ ജി കമാൻഡ് തെറ്റിയോ, ഹെൽപ്പ് നോ റിപ്ലൈ ഇൻ്റർഫേസ്, ഇൻ്റർഫേസ് മെൻഷൻ ചെയ്തില്ല, WLAN 0 മെൻഷൻ ചെയ്തില്ല, WLAN 0 ഇൻ്റർഫേസ് മെൻഷൻ ചെയ്തില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാക്കറ്റുകൾ സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതേ എൻ്റെ അനീറ്റയുടെ മൊബൈൽ തന്നെയായിരുന്നു. അനീറ്റയുടെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നെറ്റില്ല. ഞാൻ വൈഫൈ ഇത് കാണിച്ചു തരാം. ഇതേ ഇവിടെ ഒരു മിനിറ്റ്, ക്യാമറ പിടിക്കുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടോ FTTH എന്ന് പറഞ്ഞിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, എന്നാൽ കണക്റ്റ് ആവുന്നില്ല, അങ്ങനെ എറർ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ? കണക്റ്റിംഗ് എന്ന് കാണിക്കും, പക്ഷെ അത് കണക്റ്റ് ആവില്ല, അത് എറർ അടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഡിയോതന്റിക്കേഷൻ ടെക്നിക്. നമ്മൾ എത്ര ഞെക്കിയാലും അത് കണക്റ്റ് ആവുകയില്ല. കാരണം എന്താ, ഇവിടെ പാക്കറ്റ് റൺ ആയിക്കൊണ്ടിരിക്കുക. അതേ സമയത്ത് ഞാനത് സ്റ്റോപ്പ് ചെയ്തു, ഞാൻ ഇവിടെ ഡിയോതന്റിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ കണക്റ്റ് ആയി, കണ്ടോ? ഇതാണ് ഡിയോതന്റിക്കേഷൻ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളൊരു അപ്പം ഇവിടെ നിലവിൽ നമ്മൾ ഒരു സാധനം ക്യാപ്ചർ ചെയ്തിട്ട് അത് വയർ ഷാർക്കിൽ എടുക്കാൻ പഠിച്ചു. ഇപ്പൊ ഡിയോതന്റിക്കേഷൻ ചെയ്യാൻ പഠിച്ചു. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, വൈഫൈയുടെ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, വൈഫൈയുടെ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ 2 രീതിയുണ്ട്. ഒന്ന് എയർ ക്രാക്ക് ng, അതായത് ഈ എയർ ക്രാക്കിന്റെ തന്നെ ടൂൾ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ പാസ്വേഡ് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഹാഷ് കാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്. ഹാഷ് കാറ്റ് വഴി കൺവേർട്ട് ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യാം. കാരണം ഇപ്പൊ എയർ ക്രാക്ക് ng എന്നൊക്കെ പറഞ്ഞാൽ ലോക്കലാണ്, അത് അത്രയും യൂഷ്വൽ പാസ്വേഡ് ആണെങ്കിൽ മാത്രമേ എയർ ക്രാക്ക് ng ക്രാക്ക് ചെയ്ത് തരുള്ളൂ. വലിയ കോംപ്ലക്സ് പാസ്വേഡുകളൊക്കെ ആണെങ്കിൽ ഹാഷ് കാറ്റ് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ പക്ഷെ ഹാഷ് കാറ്റ് ഉപയോഗിക്കുമ്പോൾ അത്രയും നേരവും കൂടി കളയാൻ റെഡി ആയിരിക്കണം. കാരണം അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പാസ്വേഡ് ആയതുകൊണ്ട് തന്നെ അത്രയും സമയം കൂടി കളയേണ്ടി വരും. ഓക്കെ, അപ്പം ഇനി ഇപ്പം ഈ കണ്ട 2 സാധനവും കൂടി നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് വൈഫൈ ക്രാക്കിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ കമാൻഡ് എന്തായിരുന്നു, സുഡോ എയറോ ഡംപ് ഉപയോഗിക്കുക. എയറോ ഡംപ് ഉപയോഗിച്ച് -ng അടിക്കുക. എന്നിട്ട് നമ്മൾ എന്താ, ഫുള്ള് ക്ലിയർ ചെയ്ത് മണ്ടത്തരമായി പോയല്ലോ. ഞാൻ ഇത് എടുത്തു വെക്കാൻ മറന്നുപോയി, ID എല്ലാം എടുത്തു വെക്കാൻ മറന്നുപോയി. ഒന്നും കൂടി എയറോ ഡംപ് ചെയ്താൽ ID ഒക്കെ ഇന്ന് എടുത്തു വെക്കട്ടെ. എയറോ ഡംപ് -ng WLAN 0.
എന്നിട്ട് സുഡോ എയറോഡംപ് -c ചാനൽ എത്ര 5 -bssid കൊടുത്തിട്ട് ഇവിടെ പാക്കറ്റിന്റെ പേര് കൊടുക്കണം -w അനുഗ്രഹം. ഓക്കെ, അനുഗ്രഹിന്റെ പേരിലോട്ട് ഫയൽ റൈറ്റ് ചെയ്യാൻ കൊടുക്കാനായിട്ടില്ല, ഫയൽ റൈറ്റ് ചെയ്യാനായിട്ടില്ല. ജസ്റ്റ് ഇതിനകത്തുള്ള ഡിവൈസ് സെലക്ട് ചെയ്തില്ലല്ലോ. ഓക്കെ, അപ്പം ഇവിടെ മൈ നെയിം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഡിവൈസുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, എൻ്റെ ലാപ്ടോപ്പും അനീത്തിയുടെ ഫോണും എൻ്റെ ഫോണും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ വൈഫൈയിലോട്ടാണ്. അപ്പോൾ ആ 3 ഡിവൈസുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ടാർജറ്റിൻ്റെ IP അഡ്രസ്സും റൗട്ടറിൻ്റെ IP അഡ്രസ്സും MAC അഡ്രസ്സും കിട്ടിയോണ്ട് തന്നെ ക്യാൻസൽ ചെയ്യുക. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ WLAN 0 ഇവിടം വരെ വന്നിട്ട് -w സൻഷിത് അല്ലേ, സൻഷിത്. ഓക്കെ, സൻഷിതിൻ്റെ പേര് കൊടുത്ത്, അപ്പോൾ സൻഷിതിൻ്റെ പേരിലോട്ടൊരു ഫയൽ അവിടെ ക്രിയേറ്റ് ആയി വരും. ഇതിവിടെ റെഡി ആക്കി വെക്കുക. റൺ ചെയ്യാനായിട്ടില്ല. നമ്മൾ ഒരു ന്യൂ ടാബ് എടുക്കുക. ന്യൂ ടാബ് എടുത്തിട്ട് സുഡോസ് ഓടിക്കുക. ഓക്കെ, നമ്മളിവിടെ ഒരു ന്യൂ ടാബ് എടുത്തിട്ട് ഡീഓതന്റിക്കേഷൻ ഓൺ ആക്കി വെക്കുക. സുഡോ എയർപ്ലേ ng. ഓക്കെ, ഈ ഒരു കമാൻഡ് അടിച്ചിട്ട് ഇവിടെ ആരെയാ കൊടുക്കേണ്ടത്? എൻ്റെ അനിയത്തിയുടെ IP അഡ്രസ്സ്, മറ്റേ ഫോണിൻ്റെ IP അഡ്രസ്സ് കൊടുക്കണം. ഇതാണ് മറ്റേ ഫോണിൻ്റെ MAC അഡ്രസ്സ്. ആ MAC അഡ്രസ്സ് സെലക്ട് ചെയ്യുക, ഒന്ന് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആദ്യം ഡീഓതന്റിക്കേഷൻ റൺ ചെയ്യാൻ വെക്കുക. ഓക്കെ, ഡീഓതന്റിക്കേഷൻ റൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അവിടെ ഇനി ആ ഫോണിൽ നിന്ന് കണക്ഷൻ പോയിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ ലിസൺ ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നിടത്തേക്ക് ശ്രദ്ധിച്ച് നോക്കണേ. ഈ പറയുന്ന ഇവിടെ ഞാൻ ഇതുണ്ടല്ലോ, ഹോട്ട്സ്പോട്ടിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, കണക്റ്റ് ആയി ഓൾറെഡി, കിട്ടി, ഹാൻഡ് ഷേക്ക് കിട്ടി കഴിഞ്ഞു കേട്ടോ. ആക്ച്വലി വെച്ചാൽ ഇവിടെ എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ നമുക്ക് വൈഫൈന്ന് ഡിസ്കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് ഹാൻഡ് ഷേക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടിയത്. ഓക്കെ, അതായത് ഈ പറയുന്ന ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടണം. അതായത് VPA ഹാൻഡ് ഷേക്ക് നമുക്കത് കിട്ടിയാൽ മാത്രമേ അതുകൊണ്ട് യൂസ് ഉള്ളൂ. അപ്പോൾ ആ ഒരു ഹാൻഡ് ഷേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ഇതിനകത്ത് നമ്മൾ ഡീഓതന്റിക്കേഷൻ ചെയ്ത് കഴിഞ്ഞപ്പം ഇതിവിടെ നിന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഡീഓതന്റിക്കേഷൻ റൺ ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതിനകത്തേക്ക് ഉണ്ടായിരുന്ന നെറ്റ്വർക്ക് കട്ടായിപ്പോയി. എന്നിട്ട് ഈ മൊബൈലിനകത്ത് ഓട്ടോ റീകണക്റ്റിനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഓട്ടോ റീകണക്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാസ്വേഡ്, അതായത് ഇവിടെ ഓൾറെഡി പാസ്വേഡ് ലിസ്റ്റ് ചെയ്ത് ഉണ്ടല്ലോ, ഇത് പാസ്വേഡ് വെച്ച് കണക്ട് ആയി കിടക്കുന്ന ഡിവൈസ് അല്ലേ, പാസ്വേഡ് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ റീകണക്ട് ആയി കഴിഞ്ഞപ്പം ആ ഒരു പാസ്വേഡ് അടങ്ങുന്ന ഫയൽ, ആ ഒരു ഹാൻഡ് ഷേക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പാസ്വേഡ് കിട്ടിയെന്നാണ് അർത്ഥം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പം ഇതിനകത്ത് പാസ്വേഡ് കണക്റ്റഡ് അല്ലെന്ന് വിചാരിക്കുക. ആദ്യമായിട്ട് അയാൾ കണക്ട് ചെയ്യുന്നെങ്കിലോ അയാൾ ആ പാസ്വേഡ് കണക്ട് ചെയ്യാൻ വേണ്ടി അടിക്കുമ്പോൾ അത് ഇവിടെ വന്ന് കിടക്കും. ഓക്കെ, ഇതല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിൽ ട്വിൻ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് ഉപയോഗിക്കുന്നത്. ഇവിൽ ട്വിൻ, അതായത് നമ്മൾ ഇതുപോലെ ഡീഓതന്റിക്കേഷൻ ഓൺ ആക്കി വെക്കും. അതായത് ഒറിജിനൽ അവിടെയുള്ള വൈഫൈ റൗട്ടറിൻ്റെ ആ ഒരു അവിടെ കണക്റ്റ് ആയി കിടക്കുന്ന ഒരു ഡിവൈസിലേക്ക് നമ്മൾ ഈ ഡീഓതന്റിക്കേഷൻ ഓൺ ആക്കി ഇടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതേ പേരിൽ തന്നെ, അതായത് നമ്മുടെ ആ റൗട്ടറിൻ്റെ അതേ പേരിൽ തന്നെ വേറൊരു ഫേക്ക് ഇതുണ്ടാക്കി അവിടെ ഹോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ യൂസർ എന്ത് വിചാരിക്കും, ഇത് രണ്ട് സെയിം ആണെന്ന് വിചാരിച്ച് മറ്റേനകത്തേക്ക് കണക്ട് ചെയ്ത് കയറി പോകുന്ന ഒരു അറ്റാക്കിന് വന്ന പേരാണ് ഇവിൽ ട്വിൻ അറ്റാക്ക്. ഇവിൽ ട്വിൻ, എന്നിട്ട് അങ്ങനെ നമ്മൾ അയാളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തെടുക്കുന്ന ഒരു അറ്റാക്കാണ് ഇവിൽ ട്വിൻ അറ്റാക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതായത് പാസ്വേഡ് കണ്ടുപിടിക്കാനുള്ള ഒരു വേറെ അറ്റാക്ക് മെത്തേഡാണ്. അതിന് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഗിറ്റ് ഹബിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷെ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു ടൂള്. ഓക്കെ,
അപ്പോൾ നമുക്കിവിടെ ഹാൻഡ് ഷേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ഹാൻഡ് ഷേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്രാക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈയുടെ പാസ്വേഡ് കിട്ടും. അപ്പം ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് ക്രാക്ക് ചെയ്യാം. ഒന്നാമത്തേത് ഈ എയർ ക്രാക്ക് എൻജി ടൂൾ ഉപയോഗിച്ചാണല്ലോ നമ്മൾ വൈഫൈ ക്രാക്ക് ചെയ്യുന്നത്. ആ ടൂൾ ഉപയോഗിച്ച് തന്നെ നമുക്കിത് ക്രാക്ക് ചെയ്യാം. ആദ്യം ആ മെത്തേഡ് ചെയ്യാം. അതായത് കമാൻഡ് ഇത്രേ ഉള്ളൂ, സുഡോ എയർ ക്രാക്ക് -ng -w എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേർഡ് ലിസ്റ്റ് ഉണ്ടല്ലോ. അതായത് നമുക്ക് ഈ വൈഫൈ നമ്മൾ ഈ ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഹാൻഡ് ഷേക്കിന് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനോട് നമ്മളിങ്ങനെ വേർഡ് ലിസ്റ്റ് റൺ ചെയ്ത് മാച്ച് ആവുന്ന ആ ഒരു വാക്ക് റൺ ചെയ്താണ് നമ്മൾ ഈ വൈഫൈയുടെ പാസ്വേഡ് കണ്ടുപിടിക്കുന്നത്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആണ് അവിടെ നടക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ അടുത്തുള്ള വേർഡ് ലിസ്റ്റ് ഏതാണോ ആ വേർഡ് ലിസ്റ്റിന്റെ പാത്ത് കൊടുക്കുക. ഇവിടെ roq.txt അതുപോലെ തന്നെ കുറേ വേർഡ് ലിസ്റ്റുകൾ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ വേർഡ് ലിസ്റ്റുകൾ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അപ്പം നമ്മുടെ അയൽവാസിയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഊഹാപോഹം തോന്നുന്ന വൈഫൈ പാസ്വേഡ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടുക. ഒരു 500 പാസ്വേഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ roq.txt അതുപോലത്തെ കുറേ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അങ്ങനത്തെ ഏതെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ roq.txt ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10-16 മിനിറ്റ് എടുക്കും ഇത് ക്രാക്ക് ആയി കഴിഞ്ഞാൽ. എത്ര സമയം കളയണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു 1000 വേർഡുള്ള ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. LS ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാറ്റ് വൈഫൈ, അതെ ഇതാണ് എൻ്റെ വേർഡ് ലിസ്റ്റ്. ഇതിനകത്ത് 1000 വേർഡ്സ് കിടപ്പുണ്ട്. ഇതിനകത്ത് എവിടെയോ ഒരിടത്ത് പാസ്വേഡും കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് പാസ്വേഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താ, ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത വേർഡ് ലിസ്റ്റ് അല്ലേ. അപ്പോൾ അതിനകത്ത് എന്തായാലും എനിക്ക് ആ പാസ്വേഡ് ഇട്ടില്ലെങ്കിൽ വേർഡ് ലിസ്റ്റും കൊണ്ട് ഉപയോഗമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു 1000 വേർഡ്സ് ഉള്ള ഒരു പാസ്വേഡ് ലിസ്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എവിടെയോ എൻ്റെ ഒറിജിനൽ പാസ്വേഡും കിടപ്പുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ roq.txt എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ടാവും പാസ്വേഡ്. അല്ലെങ്കിൽ ഒരു വേർഡ് ലിസ്റ്റ് ഉപയോഗിച്ചാൽ പോരാ, നമ്മൾ പല വേർഡ് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അറിയാത്ത സാധനമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ മാറി വേർഡ് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ എൻ്റെ വേർഡ് ലിസ്റ്റിൻ്റെ പാത്ത് കൊടുക്കുകയാണ്. എൻ്റെ വേർഡ് ലിസ്റ്റ് ഹോം ഫോൾഡറിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് ഞാൻ എന്താണ് വൈഫൈ.txt, എനിക്ക് വേറെ പാത്തൊന്നുമില്ല, ഫയലിൻ്റെ നെയിം അങ്ങ് കൊടുത്താൽ മതി. എഗെയിൻ -b എന്ന് പറഞ്ഞാൽ നമ്മുടെ BSSID ഇല്ലേ, അതായത് റൗട്ടറിൻ്റെ മാക് അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്ത ഫയലിൻ്റെ പേര് കൊടുക്കണം. നമ്മൾ ക്യാപ്ചർ ചെയ്ത ഫയലിൻ്റെ പേര് എന്തായിരുന്നു, ഞാൻ ചെക്ക് ചെയ്യാൻ മറന്നുപോയി. LS അടിച്ച് കഴിഞ്ഞാൽ സംക്ഷിതിൻ്റെ പേരിലല്ലേ നമ്മൾ, അതാ ഈ .cap ഇതാണ് നമ്മുടെ ഫയൽ കേട്ടോ. അപ്പോൾ സംക്ഷിത്.cap ഫയൽ നെയിം ഒന്ന് കോപ്പി ചെയ്യുക. ലാസ്റ്റ് അതും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ ക്രാക്ക് ചെയ്യും. ഒറ്റയ്ക്ക് ക്രാക്കിങ് കഴിഞ്ഞത്, അതായത് ഇവിടെ ഒറ്റയടിക്ക് ഇഷ്ടംപോലെ വേർഡുകൾ പോവും. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ 1000 വേർഡൊന്നും അല്ല റണ്ണാവുന്നത്. അതിന് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഈ സംക്ഷിതിൻ്റെ ഇവിടെ ഇപ്പം ഞാൻ ഈ പാത്തല്ലേ ഇവിടെ, ഞാൻ പാത്ത് മാറ്റി roq.txt കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലാവില്ല. USR ഷെയർ roq.txt. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടോ ഒരു ആനിമേഷൻ പോലെയൊക്കെ. അതായത് 19 മിനിറ്റ് സമയമെടുക്കും ഈ ക്രാക്കിങ് തീരാൻ. ഇവിടെ 1,43,44,394 പാസ്വേഡുകൾ റൺ ആവുന്നുണ്ട്. ഇപ്പം തന്നെ നോക്കിക്കാതെ 21,000 എത്തി. അത്രയും ഫാസ്റ്റാണ്. അതുകൊണ്ടാണ് 1000 വേർഡിന് അടിച്ചപ്പോൾ തന്നെ പാസ്വേഡ് കിട്ടാൻ കാരണം എന്താ, ഇതിപ്പോൾ തന്നെ 30,000 പാസ്വേഡ് കഴിഞ്ഞു. ഇലക്ഷനിൽ പറയുന്നതല്ലേ, ഇത് 34,000 ലീഡ് എത്തുന്ന പറയുന്ന പോലെ പടപടയുന്ന പാസ്വേഡ് പോകുന്നത്. ഇതിവിടെ കണ്ട പാസ്വേഡുകൾ മാറി റൺ ആവുന്നുണ്ട്. എന്നിട്ട് പോലും ഇപ്പം 44,000 എത്തിയിട്ട് പോലും 3% ആയിട്ടുള്ളൂ. ഇത് 44,000 പാസ്വേഡുകൾ കഴിഞ്ഞിട്ട് പോലും 3% ആയിട്ടുള്ളൂ. അപ്പം ഇത്രയും വലിയൊരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പം 1000 വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലല്ലോ. അപ്പം അത് 53,000 പാസ്വേഡ് എത്തിയത് 43 സെക്കൻഡും കൊണ്ട് 53,000 പാസ്വേഡുകൾ റൺ ആയിട്ടുണ്ട്. അപ്പം പിന്നെ 1000 എന്ന് പറയുന്നത് റണ്ണാൻ വലിയ സമയമല്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് പാസ്വേഡ് കിട്ടിയത്. എൻ്റെ ഇവിടുത്തെ വൈഫൈയുടെ പാസ്വേഡ് എന്താ, ലെനാലിയ ഷൈജ, അതാണ് ഇവിടുത്തെ പാസ്വേഡ്. അത് കണ്ടുപിടിച്ചത് എത്രയാ സമയം കൊടുത്തിട്ടില്ല, പടയെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചെന്തായാലും ഫയൽ. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഈ എയർ ക്രാക്കിങ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാം.
അപ്പോൾ എയർ ക്രാക്കൻസി ഉപയോഗിച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ അടുത്തത് അത് അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആണ്, അല്ലെങ്കിൽ അത്ര എൻക്രിപ്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കമാൻഡ്, നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറ്റി നമ്മൾ ഹാഷ് കാറ്റ് എന്ന് പറയുന്ന ടൂളിൻ്റെ ഹാഷ് വാല്യൂയിലോട്ട് മാറ്റണം. അതിന് ഒരു ടൂളുണ്ട്, ഇതാണ് ആ ഒരു ടൂള്, HCX PCA-PNG ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ആ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ഹാഷ് വാല്യൂ ഹാഷ് കാറ്റിലേക്ക് മാറ്റുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഒരു എൻക്രിപ്റ്റഡ് ഫയലിൻ്റെ ഹാഷ് വാല്യൂ നമ്മൾ മാറ്റുകയാണ്. അതിന് നമ്മൾ പേരെന്താ കൊടുക്കുക, ഇവിടെ അനുഗ്രഹം എന്ന് കൊടുക്കുക, അനുഗ്രഹം. ഓക്കെ, ആ ടൂൾ അടിക്കുക, -O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഏത് പേരിലേക്ക് സേവ് ചെയ്യണം എന്നാണ് -Oയുടെ അർത്ഥം. -O കൊടുക്കുക, ഔട്ട്പുട്ട് ഏത് ഫയൽ നെയിമാണ് വേണ്ടതെന്ന് കൊടുക്കുക. ഞാൻ ഇവിടെ അനുഗ്രഹം .22,000 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 22,000 കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഫയലിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഫയൽ ഏതാ, ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഫയല് സൻഷിത്, ഇതാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഫയല്. അതൊന്ന് പേസ്റ്റ് ചെയ്യുക. ഇത് പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്തായിട്ടുണ്ടാവും, ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടാവും. ഒന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഗ്രഹതേ ഈ ആ ഫയൽ ഇവിടെ കിടപ്പുണ്ട്. ഇനി ഈ ഫയലിനെ ഹാഷ് കാറ്റ് ഉപയോഗിച്ച് നമ്മൾ ക്രാക്ക് ചെയ്യണം. എഗെയിൻ കമാൻഡ് എന്താണ്, ഹാഷ് കാറ്റ് അടിക്കുക. ഹാഷ് കാറ്റാണ് ടൂള്. എന്നിട്ട് -M അടിക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഹാഷ് വാല്യൂ ആദ്യം കൊടുക്കണം. അതായത് 22,000 ആണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. ആ ഹാഷ് വാല്യൂ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫയൽ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലിൻ്റെ പേര് കൊടുക്കുക. അതായത് അനുഗ്രഹ് .22,000 എന്നുള്ള ആ ഒരു ഫയൽ കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ വേർഡ് ലിസ്റ്റിൻ്റെ ഇതും കൊടുക്കുക. വേർഡ് ലിസ്റ്റ് സ്വാഭാവികമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വേർഡ് ലിസ്റ്റ് തന്നെയായിരിക്കും. എന്താണ് wifi.txt കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താ, ഹാഷ് കാറ്റ് സ്റ്റാർട്ടിങ് ഇൻഫർമേഷൻ ഫൗണ്ട് പ്രൊഫൈൽ ഷോ ഡിസ്പ്ലേ ഓൾ ഹാഷസ് ഫൗണ്ട് ആസ് സ്പോട്ട് ഫയൽ. അതായത് ഓൾറെഡി ഞാനത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ, അതുകൊണ്ടാട്ടെ ഇവിടെ ഇപ്പം ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ഓൾറെഡി ഞാൻ ആ സാധനം കണ്ടുപിടിച്ചു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഓൾറെഡി അത് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. എയർ ക്രാക്ക് എൻജി ഉപയോഗിച്ച് തന്നെ അത് ഓൾറെഡി ക്രാക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇപ്പം ആ സാധനം കാണിക്കാത്തത്. ഓക്കെ, ഓൾറെഡി ആ സാധനം കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഇനിയിപ്പം ഹാഷ് കാറ്റിനൊന്നും ചെയ്യണ്ട. അപ്പം ഇതാണ് ഹാഷ് കാറ്റിൻ്റെ കമാൻഡ്, ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എയർ ക്രാക്ക് എൻജി കമാൻഡ് നോക്കി കഴിഞ്ഞാൽ ഇത് ഇത്രേ ഉള്ളൂ വൈഫൈ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഭയങ്കര വലിയ പണിയുള്ള പണിയൊന്നുമല്ല. പിന്നെ പണിയുള്ളത് VPA3 ഒക്കെ ആണെങ്കിൽ ഇത് പണിയാണോ എന്ന് ചോദിച്ചാൽ പണിയാണ് കേട്ടോ. ഇപ്പം ഈ വൈഫൈ പാസ്വേഡ് എനിക്കറിയാവുന്ന പാസ്വേഡ് ആയതുകൊണ്ടും ഞാൻ എനിക്കറിയാതെ ഒരു വേർഡ് ലിസ്റ്റിൽ കൊടുത്തത് കൊണ്ടാണ് ഇത്ര എളുപ്പം. നമുക്ക് അറിയത്തില്ലാത്ത പാസ്വേഡ് ആകുമ്പോൾ കണ്ടുപിടിക്കാൻ നല്ല സമയമെടുക്കും. ചിലപ്പോൾ കുറേ വേർഡ് ലിസ്റ്റുകൾ റൺ ചെയ്യിക്കേണ്ടി വരും. ഒരു വേർഡ് ലിസ്റ്റിലൊന്നും ഒതുങ്ങൂലായിരിക്കും. നമ്മൾ തന്നെ ഒരു 10-20 വേർഡ് ലിസ്റ്റ് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇതൊക്കെ ഒരു പോസിബിലിറ്റിയാണ്. ഇതൊക്കെ കിട്ടിയതേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് 100% ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല, നല്ല ടൈം എടുക്കും. അപ്പം ഇത് അത്ര പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വൈഫൈ ഫിഷിങ് ചെയ്യുന്നത്. വൈഫൈ ഫിഷിങ് എന്താണെന്നറിയോ, അതായത് ഈ നമ്മളൊരു ഫേക്ക് വൈഫൈയുടെ ലിങ്ക് ഒരു ഹോസ്റ്റ് ചെയ്യും, ഫേക്ക് വൈഫൈ. ആ ഒറിജിനൽ വൈഫൈയുടെ നമ്മൾ ഇവൽ ട്വിൻ അറ്റാക്കിനെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു ഫേക്ക് വൈഫൈയുടെ ഇത് ഇവൽ ട്വിൻ ആയിട്ട് ഹോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു ഫേക്ക് വൈഫൈ ലിങ്ക് അയച്ചു കൊടുക്കും. അതായത് അവർ ആ വൈഫൈയുടെ നമ്മൾ ഈ വൈഫൈ ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, കാണിച്ചു തരാം. നമ്മൾ ഈ ബസ്സിൻ്റെ ഒക്കെ ഇവിടെ പോകില്ലേ, ബസ് സ്റ്റോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിക്കുകയല്ലേ, അതായത് ഇങ്ങനെ കാണിക്കും. നമ്മുടെ ഫോൺ നമ്മൾ വൈഫൈ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ നമ്മുടെ ഒറിജിനൽ വൈഫൈ ഉണ്ടാവും, ഫേക്ക് വൈഫൈ കിടപ്പുണ്ടാവും ആ പേരിൽ തന്നെ. നമുക്ക് ഒറിജിനൽ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റൂലല്ലോ, നമ്മൾ ഡീഓതന്റിക്കേഷൻ ചെയ്ത് വെച്ചുകൊണ്ട് ഒറിജിനൽ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരെണ്ണം കൂടി കാണുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ അവർ അതിനകത്ത് ഞെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ലോഗിൻ പേജിലോട്ട് പോകും. ആ ലോഗിൻ പേജ് അവരോട് പാസ്വേഡ് അടിക്കാൻ പറയും. ഒരു ഓൾറെഡി കണക്ട് ആയി കിടക്കുന്ന പാസ്വേഡ് ആയിട്ട് അവർ പാസ്വേഡ് അടിക്കുമ്പോൾ നമുക്ക് ആ പാസ്വേഡ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. എൻക്രിപ്റ്റഡ് ഒന്നുമല്ല, ഡയറക്റ്റ് ആ പാസ്വേഡ് കിട്ടും. അതാണ് വൈഫൈ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം.
അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വൈഫൈ ഫിഷിങ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത മെത്തേഡ് ചെയ്യുക. അങ്ങനെ പല പല രീതിയിൽ നമ്മൾ വൈഫൈ ക്രാക്ക് ചെയ്യും. അതിൽ വൈഫൈ ക്രാക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയുള്ള വൈഫൈ ക്രാക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം നമുക്കെടുക്കാൻ. ഒന്നും മനസ്സിലായില്ലല്ലോ രണ്ടുപേർക്കും? പടപടപടയെന്ന് പോയിട്ട് ഒന്നും മനസ്സിലായില്ലല്ലോ? അറിയാം, നല്ല ഇത് കുറച്ച് കമാൻഡുകളൊക്കെ ഇച്ചിരി കണവണ എന്നാണ്. നന്നായിട്ട് കുറച്ച് നേരം ഇരുന്ന് ചെയ്താൽ മാത്രമേ ഇതൊക്കെ പഠിക്കുള്ളൂ. ഞാൻ തന്നെ ഇത് എത്ര നാളെടുത്തിട്ടാണ് പഠിച്ചെടുത്തതെന്ന് അറിയാം. കമാൻഡുകളും കാര്യങ്ങളൊക്കെ ഇച്ചിരി കഷ്ടമാണ് വൈഫൈ കമാൻഡുകൾ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അഡാപ്റ്ററും കൂടി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഒരു അഡാപ്റ്റർ കിട്ടി നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അനുഗ്രഹം ഇനിയിപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല അല്ലേ? ഞാൻ ജൂണ് ലാസ്റ്റ് ആവണം. അത്രയും കഴിഞ്ഞ് നിനക്ക് എങ്ങാനും നിനക്ക് നാട്ടിൽ വരുമ്പം ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. നിനക്ക് പഠിക്കാൻ വേണ്ടി വേണേ ചോദിച്ചാ മതി കേട്ടോ. നീ മേടിക്കുവാണെ ഒരെണ്ണം മേടിച്ചോ. നിനക്ക് മേടിക്കാൻ പറ്റുന്നില്ല, നിനക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നീ നാട്ടിൽ വരുമ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കാം. നിന്റെ വീട് എവിടെയാന്നാ പറഞ്ഞേ? പേരാവൂർ. പേരാവൂരിൽ ചേട്ടനുണ്ട്. ചേട്ടൻ്റെ എല്ലാം ഞാൻ കൊടുത്തുവിട്ടേക്കാം. ഓക്കെ. ഇപ്പൊ കുറച്ച് പൈസയുടെ ചെലവുണ്ട്, അതാണ് ഇത്. അല്ല, അതാ പറഞ്ഞേ, നിനക്ക് അങ്ങനെ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാം, മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് അങ്ങനെ പറഞ്ഞു വരാം. പേരാവൂരല്ലേ, എൻ്റെ ചേട്ടൻ പേരാവൂരാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ്റെ ഇങ്ങനെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നിനക്ക് ഒന്നൊന്നര ആഴ്ചയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാവുന്ന സാധനമേ ഉള്ളൂ ഇതൊക്കെ. ഓക്കെ. അപ്പം ഇത്രേ ഉള്ളൂ വൈഫൈ ക്രാക്കിങ്ങിൻ്റെ സാധനം. അപ്പം ഈ പറഞ്ഞ നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ ഒരു കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഒരു പ്ലേലിസ്റ്റാണ് യൂട്യൂബിൽ നിന്ന് എടുത്ത് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് വളരെ